ഹലോ മുത്തുമണികളെ, ഇന്ന് വെറൈറ്റി രുചിയുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഫുഡിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കണ്ടു നോക്കാം. വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അതിന് വേണ്ടിയത് ഉപ്പിലിട്ട നെല്ലിക്ക, കാന്താരി മുളക്, ഇഞ്ചി, പുളി, ചുവന്നുള്ളി, ഉപ്പ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു രുചിയുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഇത് അരകലിൽ വെച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരകലിൽ വെച്ചെടുത്താൽ നല്ല രുചിയാണ് കേട്ടോ, ഒരു പ്രത്യേക രുചി തന്നെയാണ്. അരകലിൽ വെച്ചെടുത്താൽ നല്ല രുചിയാണ് കേട്ടോ. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. മഷി പോലെ അരയണ്ട, ഒരു മീഡിയം ലെവലിൽ അരച്ചാൽ മതിയാവും കേട്ടോ. നമുക്കൊന്ന് രുചി നോക്കാം. പറയാൻ വാക്കുകളില്ല കേട്ടോ, അതൊരു രുചിയാണ്, ഹരമുള്ള രുചി. നമ്മുടെ പച്ചമാങ്ങ വെച്ച് ചമ്മന്തി അരയ്ക്കുമല്ലോ, അതൊക്കെ മേലെയുള്ളൊരു ടേസ്റ്റാണ്. അപ്പൊ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അടുത്തത് നല്ല കഴുകി ഉണക്കിയ, വീട്ടിൽ തന്നെ കഴുകി ഉണക്കിയ ചാളമീനാണ്, ഉണക്കമീനാണ്. ഇത് നമുക്ക് കനലിലിട്ട്, വിറകടുപ്പിന്റെ കനലിലിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം, ചുട്ടെടുക്കാം. ഇവിടെ നല്ല പൊള്ളി വന്നിട്ടുണ്ട്, ഉണക്കമീൻ നല്ല ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ഉണക്കമീൻ തീക്കനലിട്ട് പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ തൊലിയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ക്ലീൻ ചെയ്ത ഉണക്ക ചാളയാണ്. ഇതിലേക്ക് ഇനി അല്പം മിൽമ തൈര് ചേർത്ത് കൊടുക്കാം. ഉണക്കമീന്റെ മുകളിൽ മിൽമ തൈര് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ഇനി നമ്മുടെ താരരാജാവ് എത്തിക്കഴിഞ്ഞു. പഴങ്കഞ്ഞിയാണ് നമ്മുടെ താരരാജാവ്. ഇത് എറണാകുളം ലുലുമാളിലൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ ഈ ഒറിജിനൽ ടേസ്റ്റും ആ ലുലുമാളിലെ പഴങ്കഞ്ഞിക്ക് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് വീട്ടിലുണ്ടാക്കിയ മോര് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യം അനുസരിച്ച് മോര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയും മോര് പഴങ്കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്കയും കാന്താരിയും കൂടെ അരച്ച് വെച്ചത് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ താരരാജാവായ പഴങ്കഞ്ഞി എത്തിയിട്ടുണ്ട്. സത്യം പറയട്ടെ, എറണാകുളം ലുലുമാളിൽ നിന്ന് ഒരിക്കലും ഞാൻ ഈ പഴങ്കഞ്ഞി കഴിച്ചിട്ടുണ്ട്, പക്ഷെ കൊള്ളൂല. ഇത് നല്ല ഒരു ഒന്നൊന്നര രുചിയുള്ള പഴങ്കഞ്ഞി തന്നെയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇത് കഴിക്കുക. കഴിച്ചാൽ സൗന്ദര്യവും വയ്ക്കും, നല്ല ഹെൽത്ത്, നല്ല ആരോഗ്യം നമുക്ക് കിട്ടും. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ പഴങ്കഞ്ഞി തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ പഴങ്കഞ്ഞി കുടിക്കാൻ ആരംഭിക്കുകയാണ്. എന്റെ മുത്തുമണികളെല്ലാം ഇത് കഴിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പറയാൻ വാക്കുകളില്ല, ആ ടേസ്റ്റാണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും 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 നമുക്ക് കഴിക്കാൻ തോന്നും. അത്ര രുചിയുള്ളൊരു പഴങ്കഞ്ഞിയാണ് കേട്ടോ. നമ്മുടെ ചാള ഒന്ന് തൊട്ട് നോക്കാം. സത്യം പറയട്ടെ, എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്ര രുചിയാണ്. ഇതുപോലൊരു ഫുഡ് എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. എന്റെ മുത്തുമണികളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.